തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് അടി പതറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കോൺഗ്രസിൽ നിന്നും പഠിച്ച പാഠം? എവിടെയാണ് കോൺഗ്രസ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം അവർ വിശകലനം ചെയ്യുന്നത്? വിനീത. കീർത്തന, തീർച്ചയായും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം പതിറ്റാണ്ടുകളോളം ഡൽഹി ഭരിച്ച കോൺഗ്രസിന് തുടർച്ചയായി മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലും എവിടെയും ഒരു ലീഡ് പോലും നേടാൻ കഴിഞ്ഞില്ല. നിസ്സഹായരായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. കീർത്തന സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ മുഖം ഷീലാ ദീക്ഷിതിന് ശേഷം ഡൽഹിയിൽ കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. പ്രചരണ റാലികളിലടക്കം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ എത്തിച്ചവർ പ്രചരണം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോയിരുന്നുവെങ്കിലും ജനങ്ങളുടെ ഒരു പൾസ് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ കോൺഗ്രസിന് പൂർണ്ണ പരാജയം ഉണ്ടായെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആദ്യ റൗണ്ട് എണ്ണി തുടങ്ങിയപ്പോൾ ഭാദ്രി മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് ഒരൽപ്പം ലീഡ് നേടിയിരുന്നു. പക്ഷെ പിന്നാലെ അടുത്ത റൗണ്ടുകൾ വന്നപ്പോൾ ദയനീയമായി അദ്ദേഹം പരാജയപ്പെട്ടു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ ഒന്ന് ആശ്വസിക്കാനെങ്കിലും എടുത്തു പറയേണ്ട ഒരു പേര് ദേവേന്ദ്ര യാദവിന്റെ മാത്രമാണ്. കാരണം മറ്റിടങ്ങളിലൊക്കെ ഒരു രണ്ടാം നിലയിൽ ലീഡ് പോലും ഇല്ലാണ്ട് മൂന്നാം നിലയിലേക്ക് പൂർണ്ണമായും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ തള്ളപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ന്യൂഡൽഹി മണ്ഡലം ഷീലാ ദീക്ഷിതിന്റെ കോട്ടയാണ്. 3 തവണ ഷീലാ ദീക്ഷിത് ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് രാജ്യതലസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയായൊക്കെ എത്തിയ മണ്ഡലമാണ്. ഇത്തവണ ഈ ന്യൂഡൽഹി മണ്ഡലത്തിൽ ഷീലാ ദീക്ഷിതിന്റെ മകനായ സന്ദീപ് ദീക്ഷിതാണ് ഇത്തവണ മത്സരിക്കാനുണ്ടായിരുന്നത്. വലിയ പ്രചരണമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി അടക്കം അവിടെ റോഡ് ഷോയിലൊക്കെ പങ്കെടുത്തതാണ്. പക്ഷേ ഈ സന്ദീപ് ദീക്ഷിതിന് പോലും കൃത്യമായ ഒരു ചലനം മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. അൽക്കാലാംബ അതിധൈര്യമായി തന്നെയാണ് അൽക്കാലാംബയും പരാജയപ്പെട്ടത്. ഇങ്ങനെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളൊക്കെ ഒരു ലീഡ് നിരയിൽ പോലും എത്താണ്ട് ആദ്യ റൗണ്ടിൽ തന്നെ മൂന്നാമതായി തള്ളപ്പെട്ട് പരാജയപ്പെട്ടു പോയൊരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ളൊരു വിശകലനവും പഠനവും ഒക്കെ ഈ കാര്യത്തിൽ ആവശ്യമാണ്. കൃത്യമായൊരു മുഖം നേതൃനിരയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സംഘടനാ തലത്തിൽ തന്നെ ചില മാറ്റങ്ങളടക്കം അനിവാര്യമാണെന്ന് സൂചിപ്പിക്കുന്നത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും ആം ആദ്മിയും 2 തട്ടിൽ നിന്ന് മത്സരിക്കുന്നു. പല മണ്ഡലങ്ങളിലും അത് ബി.ജെ.പിക്ക് ഗുണം ചെയ്തു എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ. കാരണം ആം ആദ്മിക്ക് കിട്ടേണ്ട വോട്ടുകൾ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് കിട്ടിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിലടക്കം മറ്റ് നേതാക്കൾ ആം ആദ്മി പാർട്ടിയെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും ഇതിനോടകം തന്നെ പഴിചാരി രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി തന്നെ കോൺഗ്രസ് പാഠമാക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസിന് ഇനിയൊരു ചലനം ഉണ്ടാക്കണമെങ്കിൽ ഒരല്പം വിയർക്കേണ്ടി വരുമെന്ന് നമുക്ക് പറയേണ്ടി വരും. കീർത്തന. വിനീത, ഈ പലരെയും ഇവർ നേതൃസ്ഥാനത്ത് മാറി മാറി പരീക്ഷിച്ചിട്ടും ഒരു തരത്തിലും വിജയം കൈവരിക്കാനാകുന്നില്ല. അങ്ങനെയെങ്കിൽ ഇനി കോൺഗ്രസിന് ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. ഇനി വിജയം കാണാനുള്ള കോൺഗ്രസ് നീക്കങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും വിനീത? വിജയം എന്നതിനപ്പുറം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ഒരു സീറ്റെങ്കിലും ലഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് അത് ആശ്വാസകരമായിരുന്നു. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഒരു മണ്ഡലത്തിൽ പോലും ഒരു MLA പോലും ഉണ്ടാകാതിരുന്ന കോൺഗ്രസ് ഇത്തവണ വോട്ട് ശതമാനം പോലും വർദ്ധിപ്പിക്കാൻ കഴിയാതെ നിസ്സഹായരായി പരാജയപ്പെട്ടു എന്ന് പറയുന്നത് അത് കോൺഗ്രസിന്റെ സംഘടനാ തലം അടക്കമുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. അക്കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ളൊരു പഠനം കൂടി ഉണ്ടാകേണ്ടതാണ്. നമ്മൾ ഈ ഡൽഹിയിലെ വിവിധ മണ്ഡലങ്ങളിലേക്കടക്കം കോൺഗ്രസിന്റെ പ്രചരണമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ അവിടെ എത്തുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിക്കും അപ്പുറം മറ്റൊരു നേതാവിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഡൽഹി കേന്ദ്രീകരിച്ച ഒരു നേതൃമുഖത്തെ അവർക്ക് അവതരിപ്പിക്കാനോ കഴിയാതെ പോയി. ആം ആദ്മി ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടായ ചില സൗജന്യങ്ങൾ, ചില വാഗ്ദാനങ്ങളൊക്കെ തന്നെയാണ് ആ പ്രചരണത്തിന്റെ വേളയിലും കോൺഗ്രസ് ഉയർത്തി കാണിച്ചത്. പക്ഷേ ബി.ജെ.പി കൃത്യമായും ഈ കാര്യത്തിൽ ഈ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണം തന്നെയാണ് ഉണ്ടായിരുന്നത്. 22 റാലിയാണ് ഡൽഹിയിൽ ബി.ജെ.പി നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് വിരലിലെണ്ണാവുന്ന റാലികൾ, അതും ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ പങ്കെടുത്തത് പക്ഷേ 3-4 റാലികളിൽ മാത്രമാണ്. ഇങ്ങനെ തുടക്കത്തിൽ തന്നെ ഈ പ്രചരണ വേളയിലൊക്കെ തന്നെ കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ലാതെ പോയൊരു സാഹചര്യവും കൂടി ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലടക്കം കൃത്യമായൊരു വിശകലനം പാർട്ടി ചെയ്യുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയൊരു തിരിച്ചുവരവ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യതലസ്ഥാനത്ത് അതൊരല്പം പാട് തന്നെയാണ്, ഒരല്പം വിയർപ്പൊഴുക്കേണ്ടി വരും. അതിൽ ശരി, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോൺഗ്രസിന്റെ മഹിളാ പ്രതിനിധിയായ അൽക്കാലാംബ തന്നെ നേരിട്ടിറങ്ങി. ഒപ്പം തന്നെ ദേവേന്ദ്ര യാദവ്, ഒപ്പം ഷീലാ ദീക്ഷിതിന്റെ മകനെ വരെ പരീക്ഷിച്ചു. പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല. പ്രിയങ്ക ഗാന്ധി നേരിട്ടെത്തി. പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞത് എന്താണ്, അവിടുത്തെ പ്രവർത്തകരും അണികളും ഒക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷേ പ്രിയങ്ക ഗാന്ധിയാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടുതലും നേതൃത്വം നൽകിയത്. ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് 0-0 എന്ന് കിടക്കുന്നത് കാണുമ്പോൾ
അതിദയനീയമായ അവസ്ഥയാണ്. അതെ, ഒപ്പം തന്നെ അതിദയനീയമായ ആം ഒരു ആദ്മി അവസ്ഥ. പാർട്ടിയുടെയും അവസ്ഥ ദയനീയമാണ്. ആം ആദ്മി പാർട്ടിക്ക് 22 സീറ്റുകൾ കിട്ടിയെങ്കിൽ കൂടിയും അത് ദയനീയമാണല്ലേ പ്രീത? ദയനീയമാണ്. മാത്രമല്ല കോൺഗ്രസ് ഇത്രത്തോളം ഒന്നുമില്ലാതെ വട്ടപൂജ്യത്തിലാകുമോ എന്നുള്ളത് മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ ഇപ്പൊ ഈ സംപൂജ്യരായി ഹാട്രിക് ഡെക്കായി എന്നൊക്കെ പറയുമ്പോ കോൺഗ്രസ് നേതാക്കൾ പോലും ഇത് കാര്യമായിട്ട് അപ്പൊ കീർത്തന വിനിതയോട് ചോദിക്കുക കോൺഗ്രസിന് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതെ, കോൺഗ്രസിന് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു നേതൃത്വം ആ ഡൽഹിയിൽ ഇല്ല എന്നുള്ളതാണ് അച്യുതനിലേക്ക് കോൺഗ്രസിനെ പോകണേ. സംബന്ധിച്ച് ഏറ്റവും പ്രശ്നമുള്ള കാര്യം.